ഹലോ, അസ്സാം വലൈക്കും. നമുക്കൊരു 4 മണി പലഹാരം ഉണ്ടാക്കുന്ന എങ്ങനെ നോക്കിയാലോ? ഹലോ, അസ്സലാമു അലൈക്കും. റിച്ചൂസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ റവയും തേങ്ങയും വെച്ചുള്ള ഒരു 4 മണി പലഹാരമാണ്. നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ? ഒരു കപ്പ് റവയ്ക്ക് 1.5 കപ്പ് വെള്ളമാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഞാൻ 1.5 കപ്പ് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യമായ ഉപ്പിടാം. ഇതിലേക്ക് നമുക്ക് ആവശ്യമായ കുറച്ച് ഉപ്പിട്ടാൽ മതി. ആവശ്യമായ ഉപ്പിട്ടിട്ട് ഒന്ന് തിളച്ച് വരട്ടെ. 1 കപ്പ് റവയാണ് ഞാൻ എടുക്കുന്നത്. അതിലേക്ക് 1.5 കപ്പ് വെള്ളമാണ് വേണ്ടത്. ഇത് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് റവ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. നമ്മൾ പത്തിരിക്കൊക്കെ അരിപ്പൊടി വെള്ളത്തിലിട്ട് നല്ലോണം കുഴച്ചെടുക്കില്ല, വാട്ടിയെടുക്കില്ല, അതുപോലെ നമുക്ക് റവ ഈ തിളച്ച് വരുന്ന വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വാട്ടിയെടുക്കാം. നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ച റവ ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഇത് കട്ട പിടിക്കും. അപ്പോൾ റവ നന്നായിട്ട് ഇളക്കി വെള്ളം റവയും കൂടി ഒന്നിച്ച് വരുമ്പോൾ റവ ഒന്ന് ടൈറ്റായി വരും. റവ ടൈറ്റായി വരുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ റവ നന്നായിട്ട് ടൈറ്റായിട്ട് വരും. റവ നന്നായി ടൈറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫാക്കാം. നമ്മളങ്ങനെ ഗ്യാസ് ഓഫ് ചെയ്തു. ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ, കട്ട പിടിക്കാതിരിക്കാനാണ്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ ഞാനത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതൊന്ന് തണുത്ത് വരുന്ന സമയം നമുക്ക് നന്നായിട്ടത് കുഴച്ചെടുക്കണം. നമ്മൾ പത്തിരിക്കൊക്കെ പൊടി കുഴക്കുന്നതിന് മാതിരി പക്ഷെ അത്രക്കൊന്നും കുഴയണ്ട, ഒന്നാണ് കുഴച്ചെടുക്കണം. ഇത് ചെറുതായിട്ട് ചൂടുണ്ട്. അപ്പോൾ ചൂട് മാറിയതിന് ശേഷം നമുക്ക് ഒന്ന് കുഴച്ചെടുക്കാം. ഇതിലേക്ക് വേണ്ടത് തേങ്ങ ചിരവിയതാണ്. തേങ്ങയും പഞ്ചസാരയും ഏലക്കായപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതാണിത്. നമ്മൾ പുകട ഉണ്ടാക്കലില്ലേ, അതാണ് ഞാൻ ഉണ്ടാക്കുന്നത് റവ ഉപയോഗിച്ച്. നമ്മൾ സാധാരണ അരിപ്പൊടി ഉപയോഗിച്ചോ മൈദ ഉപയോഗിച്ചൊക്കെയാണ് ഉണ്ടാക്കൽ. ഞാൻ റവ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അങ്ങനെ നമ്മൾ ഈ രൂപത്തിൽ ഇത് കുഴച്ചെടുക്കണം. എന്നിട്ടിത് അങ്ങനെ 4 ഉരുളകളാക്കി എടുക്കാം. നമുക്ക് ഇതുപോലെ 4 ഉരുളകൾ എത്ര കിട്ടണമെന്ന് വെച്ചാൽ അത്ര ഉരുളകളാക്കി എടുത്തിട്ട് ഇത് നമുക്കൊരു ഇങ്ങനെ ഉരുളകളാക്കി എടുത്ത് കയ്യിലോ അല്ലെങ്കിൽ പാത്രത്തിലൊക്കെ വെച്ചിട്ട് നമുക്ക് ഇത് പരത്തിയെടുക്കാം. ഇങ്ങനെ കയ്യണ ഷേപ്പിൽ എങ്ങനെയാണോ കയ്യാൻ, ഞാനൊരു പുകയുടെ രൂപത്തിലാണ് ഇതാക്കുന്നത്. ഇതിങ്ങനെ പരത്തിയിട്ട് നമ്മൾ ഈ തേങ്ങാക്കൂട്ടുണ്ടല്ലോ, ഈ തേങ്ങാ മിക്സ് ഇതിനെ നടുക്ക് വെച്ച് കൊടുക്കുക. നടുക്ക് വെച്ചിട്ട് നമ്മളിത് 4 സൈഡും മടക്കിയെടുക്കണം. 4 സൈഡും മടക്കി ഇത് ഈ രൂപത്തിലാക്കിയെടുക്കുക. ഇഷ്ടമുള്ള രൂപത്തിലാക്കാം. ഞാൻ ഈ രൂപത്തിലാണ് ആക്കിയിട്ടുള്ളത്. അങ്ങനെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ പരത്തി അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്ങൊക്കെ നിറച്ച് നമുക്കൊരു പുകയുടെ രൂപത്തിലാക്കിയെടുക്കാം. ഞാനിങ്ങനെ ഒരു ഷേപ്പിലാണ് ആക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് എന്ത് ഷേപ്പാണോ വേണ്ടത്, റൗണ്ട് ഷേപ്പാണോ വേണ്ടതെന്ന് വെച്ചാൽ ഏത് ഷേപ്പിലും നിങ്ങൾക്ക് ആക്കിയെടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്കിത് നല്ല ചൂടായ ഓയിലിട്ടൊന്ന് പൊരിച്ചെടുക്കാം. അങ്ങനെ ഞാൻ ആ റവയും തേങ്ങയും വെച്ച് ഇങ്ങനെ ഒരു ആകൃതിയിലൊരു സ്നാക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായൊരു പാനിൽ ഓയിൽ ഒഴിച്ച് ഒന്ന് പൊരിച്ചെടുക്കാം. എൻ്റെ കുട്ടി സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും ഓനുള്ള ചായക്ക് കടിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഓന് ഏറ്റവും ഇഷ്ടമുള്ള കടി പഴംപൊരിയാണ്.
സാധാരണ നമ്മളതന്നെ എന്നും കൊടുക്കില്ല. അപ്പം ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ വിചാരിച്ചിൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചൊരു സ്നാക്സ് ഉണ്ടാക്കുകയാണ്. ഇതുപോലത്തെ സ്നാക്സ് ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക. ഇതിൻ്റെ അഭിപ്രായം അറിയിക്കുക. എൻ്റെ ചാനൽ കാണാത്തവരാണെങ്കിൽ ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വേണം എൻ്റെ മോനെ വെയിറ്റ് ചെയ്തിരിക്കുക. അവൻ്റെ സ്കൂൾ 4:30 വിടുക. ഓട്ടോറിക്ഷയിലാണ് വരിക. ഇങ്ങനെ ഇത് 2 സൈഡും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് വേവിക്കണം. റവ ഓൾറെഡി ഒന്ന് വെന്തതാണ്, എന്നാലും ഒന്ന് നമ്മളൊന്ന് നെരിച്ചെടുക്കാം. അങ്ങനെ എൻ്റെ റിച്ച് സ്കൂളിട്ട് വരികയാണ്. ഞാൻ സ്നാക്സൊക്കെ ഉണ്ടാക്കി അവനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എനിക്ക് ചായ കുടിക്കാൻ. ഹായ് റിച്ചു. അങ്ങനെ നമ്മൾ റവ കൊണ്ടുള്ള പുകട റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കട്ടൻ ചായയും പുകാടി നമ്മൾ അരിപ്പൊടി വെച്ചുണ്ടാക്കണില്ലാറെ ടേസ്റ്റാണ് റവ വെച്ചുണ്ടാക്കിയാൽ. ഇങ്ങനെ ചെയ്യാത്തവരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. റിച്ചൂസാണ് ഇപ്പോൾ ഫസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. റിച്ചൂസിൻ്റെ അഭിപ്രായം ചോദിക്കാം നമുക്ക് എങ്ങനെയുണ്ടെന്ന്. റിച്ചൂസ് എങ്ങനെയുണ്ട് ഇന്നത്തെ സ്നാക്സ്? സൂപ്പറാ? അടിപൊളിയാ?